കാസർഗോഡ് അനന്തപുരത്തെ പ്ലൈവുഡ് കമ്പനിയിൽ പൊട്ടിത്തെറി ബോയിലർ പൊട്ടിത്തെറിച്ച ഒരാൾ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ബോയിലറിന്റെ ഭാഗങ്ങൾ 2 കിലോമീറ്ററിനപ്പുറത്തേക്കാണ് തെറിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ പൊട്ടിത്തെറി നടന്ന സ്ഥലത്താണ്. ഇതാണ് കാണുന്ന പ്ലൈവുഡ് ഫാക്ടറി. ഇവിടെ ഈ ബോയിലർ പൊട്ടിത്തെറിച്ചാണ് ഒരു തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 9 പേരാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എന്ന് നിലവിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ 6 പേർ മംഗലാപുരത്തെ ആശുപത്രിയിലും 2 പേർ കുമ്പളയിലെ ആശുപത്രിയിലും ചികിത്സയിലാണ്. എല്ലാവരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. മരിച്ച ആളും ഇതര സംസ്ഥാന തൊഴിലാളി തന്നെയാണ്. 20 വയസ്സുകാരനാണ് മരിച്ചിട്ടുള്ളത്. അസം സ്വദേശിയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ബോയിലർ പൊട്ടിത്തെറിക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റി പ്രാഥമികമായി തന്നെ ഒരു പരിശോധന ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിരുന്നു. ആ കാണുന്നതാണ് പൊട്ടിത്തെറിച്ചിട്ടുള്ള ബോയിലർ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം എത്രത്തോളം ആഘാതം ഈ സ്ഫോടനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ബോയിലർ പൊട്ടിത്തെറിച്ചതിന് ശേഷം ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റും എത്തി ഇവിടെ തീ അണയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് ആദ്യം പുരോഗമിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും സംഭവത്തിൽ ജില്ലാ കളക്ടർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തുടർ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഫയർഫോഴ്സ് എത്തിയ പ്രാഥമികമായി പരിശോധനയിൽ നിന്ന് മനസ്സിലായത് ഈ ബോയിലർ ചൂടായതിനു ശേഷമാണ് ഈ പൊട്ടിത്തെറി നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും നാളെയും സ്ഥലത്ത് വിശദമായി തന്നെ പരിശോധന നടത്തും.